കുറുവദ്വീപിനടുത്ത് വനവും കബനി നദിയുമൊക്കെ അതിരിടുന്ന മനോഹരമായ കൃഷിയിടം. പക്ഷേ വിത്തിടുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെ തുടർച്ചയായി കാട്ടാനകൾ ഇറങ്ങിയാൽ എന്തു ചെയ്യും? കൃഷി അസാധ്യമായി. അങ്ങനെയാണ് സ്ഥലമുടമ, സാമൂഹ്യ പ്രവർത്തകനും കർഷക സമര നേതാവുമായ പി ടി ജോൺ തേനീച്ച വേലി പരീക്ഷിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ നവംബറിലാണ് വനാതിർത്തിയിലെ വേലിയിൽ 25 തേനീച്ച പെട്ടികൾ സ്ഥാപിച്ചത്. കാട്ടാന വേലിയിൽ തട്ടിയാൽ തേനീച്ചകൾ ഇളകും. എന്തായാലും തേനീച്ച പെട്ടികൾ വന്നതിന് ശേഷം ആനകൾ ഈ പറമ്പിലേക്കും പാടത്തേക്കും കടന്നിട്ടേയില്ല. എന്ന് നമ്മൾ ഫെൻസിട്ടോ അതുമുതൽ ഇതുവരെ വിസിനിറ്റിയിൽ പലതവണ ആന വന്നിട്ടുണ്ട്. പക്ഷേ ആന നമ്മുടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതൊരു സക്സസ്ഫുൾ മോഡലാണ് എന്ന് നമുക്ക് നേരത്തെ സുഗന്ധഗിരിയിൽ ചെയ്തതിൻ്റെ രേഖയും കളക്ടറേറ്റിൽ ഇരിക്കുന്നുണ്ട്. നമുക്കും അതിപ്പോൾ ബോധ്യമായിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ മോഡൽ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ഏറ്റെടുക്കണമെന്നും പി ടി ജോൺ വിശദീകരിക്കുന്നു. അത് വളരെ പ്രൊഡക്റ്റീവാണ്. ഒന്നൊരു നോൺ വയലൻറ്റ് മെത്തേഡിൽ ആനയെ ഉപദ്രവിക്കാതെ നമുക്ക് നമ്മുടെ കൃഷി രക്ഷിക്കാൻ പറ്റും. 2, ഒരു മൾട്ടി ഫ്ലോറൽ തേൻ എല്ലാ സീസണിലും കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രൊഡക്റ്റീവ് സൈഡ്. അപ്പോൾ ഈ 2 ആസ്പെക്റ്റ് മാത്രം പരിഗണിച്ചാൽ സർക്കാരിന് അവരുടെ പോളിസിക്കകത്ത് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കൃഷിക്കാർക്കും പ്രകൃതിക്കും വന്യമൃഗങ്ങൾക്കും എല്ലാം നല്ല ഒരു സംഗതിയാണ്. ഇവിടെ തേനീച്ചവേലി സ്ഥാപിച്ചതും ആവശ്യമായ ഗവേഷണവും സാങ്കേതിക സഹായവും ഒരുക്കിയതും കൊച്ചിയിലെ ഡിസൈൻ സ്റ്റുഡിയോ ആയ ബബിൾ റാപ്പാണ്. ഇതൊരു ആർട്ടിസ്റ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രോജക്റ്റാണ്. അപ്പോൾ ഈ തേൻ എന്ന് പറയുന്നത് ഒരു സാധാരണ ഹണിയല്ല. ഈ ഹണി അവരെടുക്കുമ്പോൾ അത് ഇങ്ങനൊരു ആവശ്യത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എന്നുള്ളൊരു വാല്യൂ അവരിലേക്ക് എത്തിക്കുകയാണ്. അവരുടെ ഹാൻഡിക്രാഫ്റ്റ് മുതലായവ യൂസ് ചെയ്ത് ആ വാല്യൂവും കൂടെ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു ക്രോസ് എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ നടക്കുകയാണ്. തേനീച്ചകളുടെ സാന്നിധ്യം ദീർഘകാലാടിസ്ഥാനത്തിൽ വനത്തിൻ്റെ സ്വാഭാവികത നിലനിർത്താൻ സഹായിക്കുമെന്നതാണ് പദ്ധതിയുടെ മറ്റൊരു നേട്ടം. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമലുണ്ട് വയനാട്ടിൽ നിന്ന്. കമലേട്ടെ, എനിക്ക് തോന്നുന്നു ഇത്രയും നമ്മൾ ഈ കമലേട്ടൻ തന്നെ എത്രയോ വാർത്തകൾ അവിടെ നിന്നല്ലേ, എത്രയും ദുരന്തങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോഴൊക്കെ ഇങ്ങനെ ആലോചനകളാണ്, എന്ത് ചെയ്യണം എന്ന ആലോചനകൾ നടക്കുന്നതായിട്ടൊരു കോൺക്രീറ്റ് അല്ലേ, എന്തായാലും ഇന്നൊരു വഴി കണ്ടെത്താമെന്ന് പറയാറേ ഇല്ല. പക്ഷേ ഇതിപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു, എത്ര തേൻ കിട്ടുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നോൺ വയലൻസിലൂടെ നമുക്ക് അതിനെ മാറ്റി നിർത്താമെന്നുള്ള ഒരു കാര്യം, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്തുകൊണ്ട് അതങ്ങനെ ഒരു എന്താ എല്ലാവരിലേക്കും ഈ ഒരു മാർഗം എത്തിക്കാൻ കഴിയാതെ പോകുന്നു? അതിനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടോ? ദിവിഷ്, നമ്മൾ ഈ കാട്ടാനകളെ തടയാൻ പല മാർഗങ്ങൾ കണ്ടതാണ്. പണ്ടൊക്കെ കിടങ്ങുകളായിരുന്നു, അത് തൂർന്നു പോകും, അല്ലെങ്കിൽ ആന ഇടിച്ച് ഇറക്കി അതിലൂടെ കയറി വരും. പിന്നീട് വൈദ്യുതി വേലികൾ വന്നു, ആന ഉണക്ക മരമെടുത്തത് അടിച്ചു പൊട്ടിച്ച് കടന്നു വരും. ഇപ്പം എല്ലാ സ്ഥലത്തും ചെയ്യുന്നത് റെയിൽപ്പാളങ്ങൾ, പഴയ റെയിൽപ്പാളങ്ങൾ ഉപയോഗിച്ച് 3 ലെയറിലൊക്കെയുള്ള വേലി, അത് ആന ചാടിക്കിടക്കുന്ന വിഷ്വൽ കഴിഞ്ഞ ദിവസം നമ്മൾ വയനാട്ടിൽ നിന്ന് കൊടുത്തു. അതിനിടയ്ക്കാണ് ഇങ്ങനെയൊരു മാർഗം. ഇത് തീർത്തും പുതിയതെന്ന് പറയാൻ കഴിയില്ല. കണ്ണൂർ ജില്ലയിൽ ആറളം ഭാഗത്തൊക്കെ നേരത്തെ പരീക്ഷിച്ചിട്ടുണ്ട്. വയനാട്ടിൽ ഖാദി ബോർഡ് മുൻകൈയെടുത്ത് ഒരു ശങ്കരൻകുട്ടി എന്നൊരു ഓഫീസറുടെ നേതൃത്വത്തിൽ സുഗന്ധഗിരിയിൽ ഇത് പരീക്ഷിച്ചിരുന്നു. അത് സക്സസ്ഫുൾ മോഡലാന്നൊക്കെ കളക്ടറേറ്റിലൊക്കെ രേഖയുണ്ടെന്നാണ് ജോണേട്ടൻ പറയുന്നത്. പക്ഷേ എന്തായാലും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടില്ല. അതിന് അദ്ദേഹം പറയുന്ന കാരണം ഒരുപക്ഷെ വലിയ നിർമ്മാണവും വലിയ ഫണ്ടൊന്നും ആവശ്യമില്ലാത്തൊരു പരിപാടി ആയതുകൊണ്ട് പല സർക്കാർ വകുപ്പുകൾക്കും താല്പര്യമില്ലാത്തതായിരിക്കുമെന്നാണ് പി ടി ജോണേട്ടൻ പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ ഇത് വളരെ സക്സസ്ഫുൾ ആണ്. പൂർണ്ണമായും അവിടെ ഈ 6 മാസം നവംബർ തൊട്ട് ഇങ്ങോട്ട് അതിൻ്റെ ചുറ്റുവട്ടത്തും അടുത്ത പറമ്പിലും ഒക്കെ കാട്ടാന വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ കരഭൂമിയിലും അതിനടുത്തുള്ള പാടശേഖരത്ത് അദ്ദേഹം ഈ ആനയെ പേടിച്ചാണ് നെൽകൃഷി നിർത്തിയിട്ട് അവിടെ ഇഞ്ചി കാണാം നമുക്ക് ആ വിഷ്വലിൽ. ഇഞ്ചി കൃഷിയിലേക്ക് മാറിയത് തന്നെ ഈ ആന ഒരു തരത്തിലും നെൽകൃഷി സമ്മതിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ എന്തായാലും ഇത്തവണ ആന അങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് സക്സസ്ഫുൾ മോഡലാണെന്ന്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇത് തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരും ഒക്കെ ഇത് പ്രൊമോട്ട് ചെയ്യണമെന്നാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ കൊച്ചിയിൽ നിന്നുള്ള ചില യുവ സുഹൃത്തുക്കളുണ്ട്. അവരാണ് ഇതിനുള്ള സാങ്കേതിക സഹായവും ഒക്കെ നടത്തിയത്. എന്തായാലും അതിൽ നമ്മൾ കേട്ടതുപോലെ തന്നെ, അല്ലെങ്കിൽ ദിവേഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഇത് തീർത്തും പ്രകൃതിദത്തമായ ഒരു മാർഗമാണ്. ആനയെ ഉപദ്രവിക്കാതെ ആനയെ തടഞ്ഞു നിർത്താൻ പറ്റുമെങ്കിൽ അതിൽ നിന്ന് കർഷകർക്ക് ഒരു അധിക വരുമാനവും ലഭിക്കുമൊക്കെ ചെയ്യുമെങ്കിൽ ഇതിന് ചെലവ് ഞാൻ ചോദിച്ചപ്പോൾ ജോണേട്ടൻ പറഞ്ഞത് അതിൻ്റെ കമ്പിയും ഒക്കെ അടക്കം ഒരു തേനീച്ച പെട്ടിക്ക് ഒരു 1500 രൂപ ചിലവ് വരും എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം ആ മേഖലയിൽ, ഈ പാക്കം എന്ന് പറയുന്ന സ്ഥലമാണത്, കുറുവ
ആലുവയ്ക്കടുത്ത് കബനിയോട് ചേർന്ന് അവിടെയാണ് ജോണേട്ടൻ്റെ സ്ഥലം. അപ്പോൾ ആ പാടശേഖരത്തെ എല്ലാവരെയും ചേർത്ത് ഈ പദ്ധതി കൂടുതൽ വ്യാപിപ്പിച്ച് അവിടെ എല്ലാവരെയും ഈ കാട്ടാനയുടെ ഇതിൽ നിന്ന് കൃഷിയിടത്തിൽ ഇറങ്ങുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ ഉള്ള ഒരു ശ്രമത്തിലാണ് അദ്ദേഹം. എന്തായാലും അത് വിജയിച്ചാൽ, അത് വലിയൊരു ഗ്രാമം മുഴുവൻ അങ്ങനെ വിജയിച്ചാൽ അത് വലിയൊരു മോഡലായി മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശരിയാണ്. എന്തായാലും കമലേട്ടൻ പറഞ്ഞ പോലെ വലിയ ഭാരിച്ച ഫണ്ടൊന്നും വേണ്ട എന്നത് കൊണ്ട് ആയിരിക്കും ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മുടെ സംവിധാനങ്ങളാകുന്നതെന്ന്. പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് അതിൻ്റെ സാങ്കേതിക വശങ്ങളൊക്കെ പഠിച്ച് നമുക്കൊരു ശ്രമം നടത്തി നോക്കാമല്ലോ. അങ്ങനെ അങ്ങ് മാറി നിൽക്കുകയാണെങ്കിൽ ഒരു വലിയൊരു എന്താ ബുദ്ധിമുട്ടിൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയല്ലേ. ശരി കമലേട്ട.